സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്, 6 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അനുരഞ്ജന കൃഷ്ണ ചേരുന്നുണ്ട്. അനുരഞ്ജന, ഇപ്പോൾ വലിയ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത കാണിക്കുന്നത്. 3 ജില്ലകളിൽ ഇപ്പോൾ ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും മഴ കനക്കാൻ സാധ്യതയുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, സംസ്ഥാനത്ത് കാലവർഷം എത്തിയതിനു ശേഷം അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3 ജില്ലകളിലാണ് അതിശക്തമായ മഴ കാരണം ജാഗ്രതാ നിർദ്ദേശവും അവധിയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം ഇന്ന് ഈ 3 ജില്ലകളിലും അവധിയാണ്. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കൊന്നും മാറ്റമില്ലെങ്കിലും ജാഗ്രതാ നിർദ്ദേശവും സ്കൂളുകൾക്കും മറ്റും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷം എത്തിയതിനു ശേഷം അതിശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്ത് പെയ്യുന്നത്. സാധാരണ സംസ്ഥാനത്ത് ജൂൺ 1 നമുക്ക് കാലവർഷം എത്തുക. പക്ഷേ ഇത്തവണ 3 ദിവസം വൈകി ജൂൺ 4 നമുക്ക് കാലവർഷം എത്തിയിട്ടുള്ളത്. അതിനുശേഷം തന്നെ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് പെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി പല ജില്ലകളിലുമായി മഴക്കാല കെടുതികളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്കൂളുകളുടെ മതിലുകൾ പൊളിഞ്ഞു വീഴുക, വീടുകളുടെ മേൽക്കൂര പൊളിഞ്ഞു പോവുക തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവധി ദിവസമായതുകൊണ്ട് തന്നെ ഇത്തരം വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ, സ്കൂളുകളിലുണ്ടായ ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ വലിയ ദുരന്തം ഒഴിവായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി ഓറഞ്ച്, യെല്ലോ അലേർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വടക്കൻ ജില്ലകളിലാണ് കൂടുതലായി മഴ ശക്തമാവുക എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, മഴ ശക്തമാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശവും മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിലുള്ളവരോടൊക്കെ മാറി താമസിക്കാനുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലേക്കൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് നേരത്തെ നൽകിയിരുന്ന വിലക്കുകളൊക്കെ തന്നെ നിലവിൽ തുടരാനുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, മഴക്കാല രോഗങ്ങൾ കൂടി പടരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പനിയെല്ലാം തന്നെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിൽ നിന്നും മുന്നറിയിപ്പുകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കൂടാനുള്ള സാധ്യത തന്നെയാണ് സംസ്ഥാനത്തുള്ളത്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കോഴിക്കോടും, കണ്ണൂറും, കാസർഗോഡ് ജില്ലകളിലൊക്കെയാണ് ഇപ്പോൾ ചുവപ്പ് മുന്നറിയിപ്പൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മറ്റ് മഴക്കെടുതികൾക്കും ഒക്കെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം വിലക്ക് ഏർപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 6 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനുരഞ്ജന കൃഷ്ണയാണ്.